വയനാട്ടിൽ തേയിലത്തോട്ടങ്ങളുണ്ടായി ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് തൊഴിലാളികളിൽ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇക്കാലം അത്രയും വലിയ ദുരിതവും സങ്കടവുമാണ് ഇവരെല്ലാം സഹിച്ചത്. വയനാടിൻ്റെ പടിഞ്ഞാറ് തെക്ക് അതിരുകളിലായുള്ള വിശാലമായ മലഞ്ചെരുവുകളിലാണ് തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കിയത്. ഇവിടെയാണ് ആദ്യകാലത്ത് വയനാട്ടിൽ ആദ്യമായി തൊഴിലാളി യൂണിയൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏതാണ്ട് 1940 മുതൽ ആരംഭിക്കുന്ന ഈ തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഫലം കൂടിയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റിൻ്റെ ഉൾപ്പെടെയുള്ള വയനാട് ജില്ലയിലെ മേധാവിത്വം. ഞാൻ 78-ലാണ് HML അച്ചൂർ എസ്റ്റേറ്റിൽ പെരുങ്കോട ഡിവിഷനിൽ സൂപ്പർവൈസറായിട്ട് ജോലിക്ക് ചെയ്യുന്നത്. അന്ന് എസ്റ്റേറ്റിൽ സൂപ്പർവൈസറായിട്ട് ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് കാണുക. ജോലിക്ക് ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ എനിക്കുണ്ടായ അനുഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തൊഴിലാളികളുമായിട്ട് സംസാരിക്കുന്നത് എൻ്റെ തൊട്ട് മേലുള്ള ഉദ്യോഗസ്ഥന്മാർക്കാർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ തൊഴിലാളിയിൽ നിന്ന് എപ്പോഴും വിട്ടു നിൽക്കണം സൂപ്പർവൈസർ എന്നാണ് അവർ പറയുന്നത്. അന്ന് തൊഴിലാളികൾ അടിമകളെ പോലെ പണിയെടുത്തിരുന്നത്. കങ്കാണി മേശിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ കൊണ്ടുവന്ന് അവിടെ അവരെ പാടിയിൽ താമസിപ്പിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. രാവിലെ ഒരു 6 മണി സമയമാകുമ്പോഴത്തേക്ക് ഈ മേശിരി വന്ന് എല്ലാവരെയും അടിച്ച് വിളിച്ചുണർത്തുന്നതാണ്. 6 മണിക്ക് അപ്പോൾ തുടങ്ങിയിട്ട് പിന്നെ വൈകുന്നേരം ഇരുട്ടുന്നത് വരെ ഈ 6 മണി 5 മണി വരെ പണിയാണെന്നാണ്. അപ്പോൾ ആ രീതിയിൽ വലിയ പ്രയാസത്തിലാണ് അന്ന് തൊഴിലാളികൾ ഉണ്ടായിരുന്നത്. അന്ന് AITC ഉണ്ടായത്. പിന്നീട് 70-ലാണ് CIT രൂപീകരിക്കുന്നത്. VN ശിവരാമൻ നായർ, കുഞ്ഞിക്കണ്ണൻ സഖാവ്, PA മുഹമ്മദ്, VP ശങ്കരൻ നമ്പ്യാർ, ആലിക്ക തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ. മേപ്പാടി കേന്ദ്രീ അവരൊക്കെ കേന്ദ്രം. അങ്ങനെ തോട്ടം മേഖലയിലെ തൊഴിലാളി സംഘടനാ പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് കാരണം. ഓരോ മേഖലയിലും പാർട്ടി ഗ്രൂപ്പ് ഉണ്ടായി, പാർട്ടി ബ്രാഞ്ചുകളുണ്ടായി. അങ്ങനെ വന്നു. മേപ്പാടിയിൽ സെൻട്രൽ റോക്ക് എസ്റ്റേറ്റ്, അവിടുത്തെ 4-5 ഡിവിഷനിലും ഡിവിഷൻ കമ്മിറ്റി ഉണ്ട് തോട്ടം തൊഴിലാളിക്ക്. അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടി കമ്മിറ്റിയായി വന്നിട്ടുണ്ട്. അരുപ്പറ്റയിൽ അതുപോലെ തന്നെ. ഇവിടെ പൊഴുതിനയിലും അങ്ങനെ തന്നെ. പിന്നെ പൊഴുതിനയിൽ പ്രധാനമായിട്ട് 2 പ്ലാന്റേഷനാണ്. കുറിച്ചനോട് പ്ലാന്റേഷനും HML അച്ചൂർ എസ്റ്റേറ്റ്. പിന്നെ ചുണ്ടയിൽ ചേലോട് എസ്റ്റേറ്റ്, തളിമല എസ്റ്റേറ്റ്, ചുണ്ട എസ്റ്റേറ്റ്. അങ്ങനെ വൈത്തിരിയിലുണ്ടായിരുന്നത്. ഇവിടെ പൊഴുതിന കുഞ്ഞിക്കണ്ണൻ സഖാവിൻ്റെ തന്നെ വലിയ പ്രവർത്തന കേന്ദ്രമായിരുന്നു. സഖാവ് ആ കാലത്തൊക്കെ എസ്റ്റേറ്റിനകത്ത് വന്ന് തൊഴിലാളികളെ കണ്ട് സംസാരിച്ച് എസ്റ്റേറ്റ് പാടിയിൽ താമസിച്ച് കിടന്നുറങ്ങി. അങ്ങനെയാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് എസ്റ്റേറ്റിനകത്ത് പിന്നെ മദ്രസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്രച്ചസ് ഉണ്ടായിരുന്നു, ബാലവാടികളുണ്ടായിരുന്നു. അതൊക്കെ എസ്റ്റേറ്റിനകത്തുണ്ട്. തുടർന്നുള്ള പഠിപ്പിന് ആരും വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടൊന്നും. സ്കൂളില്ലായിരുന്നു. സ്കൂൾ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പൊഴുതന സ്കൂളുണ്ടായിരുന്നു, LP സ്കൂൾ. പിന്നെയുള്ള അച്ചൂരാണ് ഒരു UP സ്കൂളുണ്ടായിരുന്നു. പക്ഷേ രക്ഷിതാക്കളും അങ്ങനെ താല്പര്യമൊന്നും കാണിച്ചില്ല. മക്കൾ പിന്നെ വലുതായിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 15 വയസ്സാകുമ്പോഴത്തേക്ക് 18 വയസ്സ് വന്ന് എസ്റ്റേറ്റിൽ ചേർക്കാനാണ്. ഓരോ വീട്ടിൽ നിന്നും ഭാര്യയും ഭർത്താവ്, അച്ഛനും അമ്മയും എസ്റ്റേറ്റ് തൊഴിലാളികളായിരിക്കും. മക്കൾ പ്രായപൂർത്തിയായി വന്നിട്ടുണ്ടെങ്കിൽ അവർ വേഗം എങ്ങനെയെങ്കിലും, അന്ന് റൈറ്റർമാരെ സോപ്പിട്ടിട്ട് അയ്യന്മാരെന്നാണ് പറയുക, അയ്യന്മാരെ സോപ്പിട്ടിട്ട് 18 വയസ്സായി എന്ന് രേഖ ഉണ്ടാക്കിയിട്ട് എസ്റ്റേറ്റിൽ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല. നമ്മളിപ്പോൾ ഗൾഫിൽ പോയാണ് സർക്കാർ ജോലി കിട്ടിയ മാതിരിയിലാണ് അന്ന് എസ്റ്റേറ്റിനകത്ത് കയറുക എന്ന് പറഞ്ഞാൽ.
5 റുപ്യാണ് ചിലവയസ് കിട്ടുക. പിന്നീട് അത് 20 റുപ്യയായി. മാസം 10-ാം തീയതിയാണ് 7-ാം തീയതിയും 10-ാം തീയതിയാണ് ശമ്പളം കിട്ടുക. ആ ശമ്പളം കിട്ടുന്ന കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡിവിഷനും വലിയ ആഘോഷമായിട്ടായിരിക്കും. എല്ലാ സ്ഥലത്തുനിന്നും കച്ചവടക്കാർ വരും അവിടെ. അത് കറക്റ്റിന് കിട്ടും. 7-ാം തീയതി ശമ്പളം കിട്ടും, 10-ാം തീയതി ശമ്പളം കിട്ടും. വെള്ളിയാഴ്ച കിട്ടേണ്ട ചിലവ് വയസ്സ് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ബോണസ് കിട്ടും. അതൊക്കെ കറക്റ്റാണ്. പിന്നെ ഓരോ വർഷവും ആനുവൽ ലീവുണ്ട്. 20 പണിയെടുത്താൽ ഒരു ദിവസത്തെ ശമ്പളത്തോടു കൂടിയ അവധിയാണ്. മിക്കവാറും തൊഴിലാളികൾ പൂർണ്ണമായിട്ട് പണിയെടുക്കാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ 15 ലീവ് കറക്റ്റായിട്ട് കിട്ടും. ലീവ് കിട്ടുമ്പോൾ അത്രയും ദിവസത്തെ പൈസ അഡ്വാൻസായിട്ട് കൊടുക്കും അവർക്ക്. പിന്നെ അവർക്ക് നാട്ടിൽ പോയ ഏത് നാട്ടിൽ നിന്നാണ് വന്നു വെച്ചാൽ ആ നാട്ടിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലി അതൊക്കെ അന്ന് കൊടുക്കുമായിരുന്നു. അതൊക്കെ വെച്ചാൽ നിരന്തരമായ സമരം ചെയ്തിട്ടാണ് അതൊക്കെ കിട്ടുന്നത്. അച്ഛൻ ജനിച്ച് വളർന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പഞ്ചായത്തിലാണ്. അച്ഛൻ്റെ വീട് തറവാടൊക്കെ നിൽക്കുന്നത് എടക്കേപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ അച്ഛൻ ചെറിയ പ്രായം മുതൽ തന്നെ ബാലസംഘം പ്രവർത്തനമായിട്ട് അന്ന് തന്നെ ചെറിയ കുട്ടിയായപ്പോൾ തന്നെ ബന്ധപ്പെട്ടതായിട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പതുക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി മാറി അക്കാലത്ത്. മാനന്തവാടി താലൂക്കിൽ ഉൾക്കൊള്ളുന്ന ഒരു ജാഥ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ട് അന്ന് പാർട്ടി നടത്തിയിരുന്നു. ആ ജാഥയിലും അച്ഛനും പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് 1955 ആദ്യം വരുന്നത് ഇവിടെ. 55 വന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. പ്രധാനമായിട്ട് പ്ലാന്റേഷൻ മേഖലയായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണ് ആരംഭിക്കുന്നത്. മേപ്പാടി ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ അച്ഛൻ ഇവിടുന്ന് വിവാഹം കഴിക്കുകയാണ്. അന്നത്തെ ഇവിടുത്തെ യൂണിയൻ്റെ ആളുകൾ സംസാരിച്ചിട്ടാണ് അച്ഛൻ അമ്മയെ കല്യാണം കഴിക്കുന്നത്. അമ്മയുടെ അച്ഛൻ അന്നത്തെ ഈ വണ്ടിക്കാരനാണ്, ഏത് കാളവണ്ടി. അപ്പം അങ്ങനെ എസ്റ്റേറ്റിൽ പാടിയിലാണ് അവരന്ന് താമസം. കണ്ണൂർ ജില്ലയിലൊന്നും അന്ന് അക്കാലത്ത് വിപ്ലവത്തിന് നല്ല ശേഷിയൊക്കെ ഉള്ള നാടാണെങ്കിലും ഈ ബോധമൊക്കെ ഉള്ള ഫാമിലി തന്നെയായിരുന്നു അച്ഛൻ്റെ ഫാമിലി. അതായത് യാഥാസ്ഥിക ബോധമൊക്കെ ഉള്ള ഫാമിലി. അതുകൊണ്ട് ഇത് അംഗീകരിച്ചിരുന്നില്ല, ഈ വിവാഹം അംഗീകരിച്ചിരുന്നില്ല. തോട്ടം തൊഴിലാളികളുടെ സംഘടനാ രംഗത്ത് സജീവമായിട്ട് അവസാന കാലം വരെ ഉണ്ടായിരുന്നു. ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അതിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അക്കാലം മുതൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാനം വരെ പാർട്ടി സംഘടനാ രംഗത്ത് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ആദ്യം സായിപ്പന്മാരായിരുന്നു. പണ്ടൊരു മില്ലൻ സായിപ്പ് ഉണ്ടായിരുന്നു. മില്ലൻ സായിപ്പ് ഉണ്ടായിരുന്ന സമയത്താണ് വെള്ളം കിട്ടാത്തതുകൊണ്ട് സഖാവ് തൊഴിലാളികളെ കൊണ്ട് ഈ കൊടോമേന്തിയിട്ട് ബംഗ്ലാവിലേക്ക് മാർച്ച് നടത്തിയത്. അങ്ങനെ ബംഗ്ലാവിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ സായിപ്പിന് ഇത് തീരെ ഇഷ്ടമായില്ല. ചുവന്ന കൊടിയും പിടിച്ചിട്ടാണ് ആളുകൾ വരുന്നത്. അപ്പോൾ അതിനെതിരെ ഭയങ്കരമായിട്ട് യൂണിയന് എതിരായിട്ടും സഖാവിനെതിരായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിലമ്പൂരിൽ നിന്ന് സഖാവ് കുഞ്ഞാലി ഞാൻ തോട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്ന സഖാവായിരുന്നു. നിലമ്പൂർ മലപ്പുറം ഭാഗത്തെ തോട്ടം മേഖലയിൽ. അവിടുന്ന് കുഞ്ഞാലി ഇവിടെ വന്നിട്ട് എസ്റ്റേറ്റിൻ്റെ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ആ ഗേറ്റൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് തൊഴിലാളികളും കൊണ്ട് എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് ജാഥ നടത്തിയിട്ടുണ്ട്. പിന്നെ CH കണാരൻ അരിപ്പറ്റയിൽ വന്ന് താമസിച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 55 സഖാവ് വന്നു. 55 തന്നെയാണ് വയനാട് സ്റ്റേറ്റ് ലേബർ യൂണിയനായിട്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ സമയത്ത് PA ആയിരുന്നു യൂണിയൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് യൂണിയൻ്റെ ഭാരവാഹിയായിട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആയിരത്തി 1961 ചെമ്പ്ര പീക്കിൽ ഒരു മലയിടിച്ചിലുണ്ടായി. അന്ന് 9 പേരാണ് അവിടെ മറ്റൊരു ലയത്തിൽ താമസിച്ചിരുന്ന
തൊഴിലാളികൾ അന്ന് മരണപ്പെട്ടുപോയി. ആ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി സഖാവ് EK നായനാർ ചെമ്പ്ര സന്ദർശിച്ചു. സഖാവ് നായനാറുടെ കൂടെ സഖാവ് PAയും ശിവരാമൻ നായർ എന്ന് പറയുന്ന ഇവിടുത്തെ പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുണ്ടായിരുന്നു. അട്ടമല, എരുമക്കൊല്ലി, തൃക്കൈപ്പറ്റ ഈ 3 പ്രദേശങ്ങളിലാണ് ചെറിയ ഒരു സ്വാധീനം പാർട്ടിക്ക് ഉണ്ട് എന്ന് പറയാനാവുള്ളൂ. ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്കോ അല്ലെങ്കിൽ യൂണിയനോ വേണ്ടത്ര സ്വാധീനമില്ലാത്ത കാലഘട്ടത്തിലാണ്. യുവജന സംഘടനയായിരുന്നാലും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് PA തന്നെയാണ് അതിൽ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് വളരെയധികം മുൻകൈയെടുത്തത്. അങ്ങനെ തൊഴിലാളികൾ ചപ്പ് പറിക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവരെടുത്ത് പോയി നിങ്ങൾക്ക് ഇന്ന അവകാശങ്ങളുണ്ട്, അതൊക്കെ നേടേണ്ടതായിട്ടുണ്ട്, അത് കിട്ടണമെങ്കിൽ നിങ്ങൾ യൂണിയനിൽ ചേരാൻ തയ്യാറാവണം. അതല്ലാതെ ഇങ്ങനെ ഒരു യൂണിയനില്ലാതെ മാനേജ്മെൻറ്റിനെയൊക്കെ മുതലാളിമാരെയൊക്കെ പേടിച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല. നിയമപ്രകാരമുള്ള കിട്ടാനുള്ള അവകാശമാണ്, അത് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഇരിക്കാൻ വേണ്ടി വൈകുന്നേരം തയ്യാറാവണം എന്നൊക്കെ മുൻകൂട്ടി പോയിട്ട് ചില സ്റ്റേറ്റ് കാടുകളിൽ പോയിട്ട് പറയും, ചപ്പ് പറിക്കുന്നോട് പറഞ്ഞു. അങ്ങനെ ചില സമയത്ത് 3-4 ആളുകളൊക്കെയാണ് വരുള്ളൂ വൈകുന്നേരത്ത്. അതങ്ങനെ വന്ന് പിന്നീട് 10, 15, 20 തൊഴിലാളികളൊക്കെ 10, 100, 100-ലധികം തൊഴിലാളികളുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരാൻ വേണ്ടി തുടങ്ങി. PA അടക്കം തന്നെ മാനേജ്മെൻറ്റ് ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഭീഷണികൾ നേരിട്ടിട്ടുണ്ട്. ചുളുക്ക എസ്റ്റേറ്റിലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നേരിട്ടിട്ടുണ്ട്. അവിടുത്തെ തൊഴിലാളികളെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് PA ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ച സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അരപ്പറ്റയിൽ നിന്ന് ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ചെമ്പ്ര പീക്ക് എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡിൻ്റെ അടുത്തുള്ള പഴയ കെട്ടിടത്തിലായിരുന്നു ഞങ്ങളുടെ യൂണിയൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. ആ യൂണിയൻ ഓഫീസിലെ സെക്രട്ടറി ആയിട്ടാണ് PA അവിടെ വരുന്നത്. പിന്നീട് യൂണിയൻ്റെ മേപ്പാടി ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിട്ട് വളർന്നു വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ PA സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് വീട്ടിൽ നിന്നാണെങ്കിൽ ഏതാണ്ട് പുറത്താക്കിയ മാതിരിയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആളുകൾ ഇതിന് അനുകൂലമല്ലായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ പട്ടിണി കിടന്നിട്ട് ഈ മേപ്പാടി ടൗണിൽ തളർന്നു വീണ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. മേപ്പാടിയിലെ മൂന്നാമത്തെ പാർട്ടിയായിരുന്ന സ്ഥാനത്ത് ഒന്നാമത്തെ പാർട്ടിയായിട്ട് CPIM വരെ ഇപ്പോൾ വളരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നക്സലൈറ്റ് പ്രസ്ഥാനം രൂപീകരിച്ച് ഈ വിഷയങ്ങളുണ്ടായപ്പോൾ വയനാട്ടിലൊന്ന് നല്ലൊരു വിഭാഗം ചെറുപ്പക്കാരുടെ ഇടയിൽ മറ്റൊരു വിഭാഗം ആളുകളുടെ ഇടയിലും തന്നെ നക്സൽ ചിന്താഗതിക്ക് അനുകൂലമായുള്ള ഒരു നല്ല രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ KSYFൻ്റെ ജില്ലാ ജോയിൻ്റ് വൈസോ മറ്റോ ആണ് മധുമാഷ്. അദ്ദേഹം നക്സലൈറ്റ് ബന്ധമുള്ള ആളാണ്. ഇത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ഒരു കവിതാ ലോഡ്ജ് ഉണ്ടായിരുന്നു. ആ കവിതാ ലോഡ്ജിൻ്റെ അകത്ത് റൂമെടുത്ത് അവിടത്തേക്ക് ഞങ്ങളെല്ലാം കൂടെ വിളിച്ചു ചേർത്തിട്ട് പുള്ളി ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് വിപ്ലവം നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ച ഒരു വിഷയങ്ങളും ഒരു കമ്മിറ്റി രൂപീകരിച്ച് പോയിട്ടുണ്ട്. അപ്പോഴും ഇത് നക്സൽ കമ്മിറ്റിയാണ് ഈയുടെ രൂപീകരണമാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ വിവരം എങ്ങനെയോ PA മണത്തറിഞ്ഞ് PA ആണ് പിന്നെ ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരിയാണ്, ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, മാഷ് വന്നിരുന്നു, ഞങ്ങളതിൽ പങ്കെടുത്തിരുന്നു, ഞങ്ങൾ 17 പേരാണ് പങ്കെടുത്തത്. ആളെ സംഘടിപ്പിച്ചു കൊടുത്തു ഞാനാണ്, അന്ന് ചെറുപ്പക്കാരൻ, ഞാനും ചെറുതാണല്ലോ എന്ന് പറഞ്ഞു. അത് ഇങ്ങനെയാണ് വിഷയമുള്ളത്, പ്രശ്നമാണ്, പോലീസും മറ്റേ ഒരു സ്വകാര്യ ഏജൻസിയൊക്കെ തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്, പല സ്ഥലത്തും പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇനി വിളിക്കുമ്പോൾ അതിലേക്ക് പോകരുത്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് മാത്രമല്ല, ഞങ്ങളെ യോഗം തന്നെ വിളിച്ചു ചേർത്ത്, പാർട്ടിയുടെ അനുഭാവികളടക്കം തന്നെ യോഗം വിളിച്ചു ചേർത്ത് അതിൻ്റെ അകത്ത് PA താഴെയുള്ള ഓഫീസിൽ വെച്ച് തന്നെയാണ് അന്ന് ഈ നക്സൽ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടാലുണ്ടാകുന്ന ആപത്തിനെ സംബന്ധിച്ച് അടക്കം തന്നെ അന്ന് PA വളരെ നല്ല രീതിയിൽ തന്നെ അന്ന് വിശദീകരിക്കുകയും ചെയ്തു. അതുകൂടാതെ ആ ഘട്ടത്തിൽ തന്നെ പൊതുയോഗം വെച്ചിട്ട് ഈ നക്സലിസത്തിനെതിരായിട്ടൊന്ന് പരസ്യമായുള്ള പരിപാടികൾ നടത്തിയിരുന്നു. അതൊക്കെ PAയുടെ മുൻകൈ തന്നെയാണ്. കുഞ്ഞുകണ്ണൻ സഖാവിൻ്റെ PAൻ്റെ നേതൃത്വത്തിലാണ് CIT എല്ലാ മേഖലയിലും ശക്തിയായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അതോടൊപ്പം പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടി ആ സമയത്ത് എല്ലാ മേഖലയിലും ശക്തിപ്പെട്ട് വരികയാണ്. പാർട്ടി പറഞ്ഞാൽ അന്ന് വലിയ പ്രയാസമാണ്. വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 78 പ്രവർത്തനം തുടങ്ങിയപ്പോഴത്തെ എനിക്ക് തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. എസ്റ്റേറ്റിനകത്ത് തന്നെ ഈ CIT എന്ന് പറഞ്ഞ് നിൽക്കാൻ ഞാനാണ് സൂപ്പർവൈസർമാർ 10-80 സൂപ്പർവൈസർമാർ അച്ചൂർ എസ്റ്റേറ്റിലുണ്ടായിരുന്നു. CITൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ആ യൂണിയൻ പ്രവർത്തനം നടത്താൻ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ കൂടെയുള്ള സൂപ്പർവൈസർമാർക്ക് വേറെ യൂണിയൻ ഉണ്ടായിരുന്നു. അവരൊക്കെ പൂർണ്ണമായിട്ട് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആളായിട്ട് തന്നെ നിന്നു. തോട്ടം മേഖലയിൽ തൊഴിലാളികൾ സംഘടിതമായി നിൽക്കുമ്പോൾ അവിടെയാണ് പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിനുശേഷം ആളുകളെ അവർക്ക് കറക്റ്റ് പൊളിറ്റിക്കലായിട്ട് വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ട്രേഡ് യൂണിയൻ എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് പ്രവർത്തിക്കുന്നത് വരെ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഓരോ മേഖലയിലും 2, 3, 4 പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ നിന്ന് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് ആളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് അതൊരു വലിയ ശക്തിയായിട്ട് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ CPMൻ്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓരോ ദേശത്തിൻ്റെയും ചരിത്രം രൂപം കൊള്ളുന്നത് ഇത്തരം സാമൂഹ്യ സ്ഥാപനങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് തേയിലത്തോട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലെല്ലാം, വൻകിട തോട്ടങ്ങളുള്ള പ്രദേശങ്ങളിലെല്ലാം സമാനമായ ദേശചരിത്രം കാണാനാവുന്നത്. മേപ്പാടിയിലും വൈത്തിരിയിലും പൊഴുതനിയിലുമെല്ലാമുള്ള തേയിലത്തോട്ടങ്ങളിലെ ജീവിത സാഹചര്യം സമാനമാണ്. സാമൂഹ്യ അന്തരീക്ഷവും ഏതാണ്ട് സമാനം തന്നെയാണ്. തൊഴിലാളി യൂണിയൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ആ ദേശത്തിൻ്റെ ചരിത്രമായി മാറുന്നതും അങ്ങനെയാണ്.